കോഴിക്കോട് ജില്ലയിലും കോർപ്പറേഷനിലും പ്രചരണം ഊർജിതമാക്കി LDF സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് കോർപ്പറേഷൻ 55-ാം ഡിവിഷൻ സ്ഥാനാർത്ഥിയും മഹിളാ നേതാവുമായ N ജയശീല കൈരളി ന്യൂസിനൊപ്പം ചേരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ 55-ാം വാർഡ് പയ്യാനക്കൽ വാർഡിലെ LDF സ്ഥാനാർത്ഥി N ജയശീലയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. നമസ്കാരം. രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ രണ്ടാം തവണയും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് വാർഡിൽ നിന്ന് വോട്ടർമാരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? വോട്ടർമാരിൽ നിന്നും വളരെ ആവേശകരമായ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ പ്രതിനിധീകരിച്ചിരുന്ന 55-ാം വാർഡിൽ ഏകദേശം ഒരു 90% വർക്കുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഡെപ്യൂട്ടി മേയർ മെമ്പറായിരുന്ന ഈ ഭാഗത്ത് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് എന്ന് തന്നെ പറയാം. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ജനങ്ങളെ നേരിടുന്നത്. അപ്പോൾ തീർച്ചയായും നല്ല ആവേശമാണ് ഞങ്ങളുടെ ഈ സ്ക്വാഡിലും മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വികസന ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, വീണ്ടും സ്ഥാനാർത്ഥിയാവുമ്പം കഴിഞ്ഞ ടേമിൽ നടത്താതെ പോയ പല കാര്യങ്ങളും നടത്തിയെടുക്കണം എന്നുള്ളതുണ്ടാവും. പിന്നെ പുതിയ വികസന കാഴ്ചപ്പാടുകളുണ്ട്, അതൊക്കെ എങ്ങനെയാണ്? ഇവിടെ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ അങ്ങനെ പുതിയതായി എന്ന് പറയുന്നതിനോട് നമുക്ക് പുതുതായി ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റെടുത്തത് ഈ വിഷയം, ഇവിടെ ഒരു കളിസ്ഥലമുണ്ട്. ആ കളിസ്ഥലത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികൾക്ക്, ഭാവിയിലുള്ള കുട്ടികൾക്ക് അത് സമർപ്പിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിലവിലുള്ള മുസാഫർ അഹമ്മദ് ഡെപ്യൂട്ടി മേയറായിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ശരി. തീർച്ചയായും അതാണ് രണ്ടാമതും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ജയശീല എന്ന് പറയുന്ന നമ്മുടെ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് സഖാവ്.